എല്ലാവർക്കും വന്ദനം. കർത്താവിൽ നമ്മൾ ആശ്രയിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ തോണിയെ ആഴക്കടലിൽ തിരമാലകൾക്ക് നേരെ നമ്മൾ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് തന്നെ പോകും. എന്ത് പ്രതിബന്ധകത്തെയും തല്ലി തകർത്ത് നമ്മൾ മുന്നോട്ട് പോകും. ഒരിക്കലും ഒരാൾ ഇങ്ങനെയാണ് പറഞ്ഞത്, എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാം നഷ്ടപ്പെട്ടതാണ്, ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. അതുപോലെ എല്ലാം തീർന്നതാണ്. സമയവും ആരോഗ്യവും എല്ലാം പോയി. എന്നിട്ടും അല്പം ധൈര്യം നിങ്ങളിൽ ഇനിയുമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പോയതിനേക്കാൾ വലിയത് നിങ്ങൾ തിരിച്ചു പിടിക്കും. ബൈബിൾ പറയുന്നു, പച്ചപ്പുഴുവും തുള്ളനും വിട്ടിലും വെട്ടുക്കിളിയും കുത്തിക്കളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം ഞാൻ നിങ്ങൾക്ക് മടക്കി തരുമെന്ന്. യെശയ്യാവ് 41 പറയുന്നു, പുഴുവായി യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ മൂർച്ചയേറിയതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കും. യാക്കോബ് പുഴുവിനെ പോലെ ഒതുങ്ങിപ്പോയി. മലയുടെ ഉള്ളിൽ ഒതുങ്ങുന്ന ഏറ്റവും മൂല്യം കുറഞ്ഞ ഒന്നാണ് പുഴു. അതിനെ ആരും ശ്രദ്ധിക്കാനില്ല, അത് മണ്ണിൻ്റെ ഉള്ളിലാണ്. അതിനോട് കർത്താവ് പറയുകയാണ്, പുഴുവായി യാക്കോബേ. അത് ആ വാക്ക് ഉപമിച്ചിട്ട്, നീ ഇപ്പോൾ പുഴുവായിപ്പോയി, പേടിക്കണ്ട, ഞാൻ നിന്നെ മൂർച്ചയേറിയതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കും. അതിൻ്റെ അർത്ഥം നീ ധൈര്യപ്പെട്ടോ, നിനക്ക് അല്പം ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യം മതി. പോയതെല്ലാം നീ തിരിച്ചു പിടിക്കും. ഇത് ആരോടോ കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്. നിന്റെ നല്ല സമയം പോയെന്ന് ഓർത്ത് നീ ഭാരപ്പെടണ്ട. നഷ്ടപ്പെട്ടതെല്ലാം നീ തിരിച്ചു പിടിക്കും. 1 ശമൂവേൽ 30 നഷ്ടപ്പെട്ടതെല്ലാം ദാവീദ് തിരിച്ചു പിടിച്ചു. ഒന്നും തിരിച്ചു പിടിക്കാതെ ഇരുന്നില്ല. മാത്രമല്ല, അവൻ്റെ കുടുംബത്തെ ചതിച്ച് കൊണ്ടുപോയ ശത്രുക്കളുടെ കൊള്ളയും അവൻ പങ്കിട്ടു. അതുപോലെ ഒരു വലിയ ജയം ദൈവം അവന് കൊടുത്തു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവ പൈതൽ ഈ നിലയിലോട്ട് ഉയർന്നു വരും. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിലാണ് ആയിരിക്കുന്നത്. ഫിലിപ്പോസ് വലിയ ഉപദ്രവത്തിൻ്റെ നടുവിൽ 4 പെൺമക്കളുള്ള കുടുംബജീവിതമുള്ള ഫിലിപ്പോസ് തന്നെ അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ച ജോലി പോലും അവന് നഷ്ടപ്പെട്ടു. നിൽക്കാൻ കഴിയാതെ, പിടിച്ചു നിൽക്കാൻ കഴിയാതെ സ്വന്തം നാട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്ന ഫിലിപ്പോസ്, എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് പറയുന്ന ഫിലിപ്പോസ് വന്നു നിൽക്കുന്നത് ശമരിയ പട്ടണത്തിലാണ്. എന്നാൽ തൻ്റെ അകത്തുള്ള ദൈവശക്തി, തൻ്റെ അകത്തുള്ള ക്രിസ്തുവിൻ്റെ വചനം, അത് ഹൃദയം നിറഞ്ഞ് കവിയുന്നത് കൊണ്ട് അവൻ അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ പോലെയാണ്. അവൻ സംസാരിക്കാൻ തുടങ്ങി. ജനങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. ഭൂതങ്ങൾ അനേകരുടെ ശരീരത്തിൽ നിന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവരിൽ നിന്ന് പുറപ്പെട്ടു പോയി. 7-ാം വാക്യം അതാണ് നമ്മൾ വായിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 8-7 അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അടുത്തത്, അനേകം പക്ഷവാതക്കാർ മുടന്തരും സൗഖ്യം പ്രാപിച്ചു. തളർന്നു കിടന്നവർ എഴുന്നേറ്റു, മുടന്തി നടന്നവർ നേരെയായി. ഇത് കേൾക്കുന്ന പലരും ഇനി മുന്നോട്ട് പോകാൻ കഴിയാതെ തളർന്ന് ഒരേ സ്ഥലത്തായി പോയെങ്കിൽ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. നീ ഇന്ന് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനാണ് ഞങ്ങളെപ്പോലെ ചില ഫിലിപ്പോസുമാരെ കർത്താവ് നിങ്ങളുടെ വീടുകളിൽ അതിരാവിലെ കൊണ്ടുവരുന്നത്. നീ ആയിരിക്കുന്നിടത്ത് കിടന്നാൽ പോരാ. 38 വർഷമായിട്ട് ഒരുവൻ പക്ഷവാതം പിടിച്ച് കിടക്കുകയാണ് ബെഥെസ്ദാ കുളക്കരയിൽ. ആയിരങ്ങൾ സൗഖ്യമായ ഒരു സ്ഥലത്ത് അവൻ സൗഖ്യം കണ്ടിട്ടില്ല. 38 വർഷമായിട്ട് അവൻ്റെ കാത്തിരിപ്പ് തളരുന്നില്ല. ഇവൻ്റെ വിജയമെന്ന് പറയുന്നത് ഇവൻ മടുക്കുന്നില്ല. 10 വർഷം കൊണ്ട് അവൻ മടുത്തില്ല, 20 വർഷം കൊണ്ട് മടുത്തില്ല, 30 വർഷം കൊണ്ട് മടുത്തില്ല. 38 കഴിഞ്ഞ് 2 വർഷം കൊണ്ട് കഴിഞ്ഞ് 40 ആഘോഷിക്കാനിരിക്കുകയാണ്.
മടുക്കാത്ത 40 അവൻ, എനിക്ക് തോന്നുന്നു അവൻ്റെ വീട്ടുകാർ ലഡു വിതരണം ചെയ്ത് മടുക്കാത്ത 40 ദിവസം 40 വർഷം ആഘോഷിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും വർഷമായിട്ടും മടുക്കുന്നില്ല, വീട്ടിലോട്ട് പോകുന്നില്ല, ഞാൻ സൗഖ്യമായിട്ടേ വരൂ. അവന് ഒരു പ്രത്യാശയുണ്ട്. എബ്രായ ലേഖനം 11:1, വിശ്വാസം എന്നാൽ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. അവൻ ആശിച്ചത് ഒരു ദൂതൻ ഇറങ്ങി വന്ന് ഈ കുളം കലക്കും, ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യമാകും. എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല, എന്നാൽ ഒരു ദിവസം ഞാൻ ഈ കുളത്തിലേക്ക് വീഴും, ഞാൻ സൗഖ്യത്തോടെ എഴുന്നേൽക്കും. ദൂതൻ വരുന്നതും കുളം കലക്കുന്നതും 1000 വട്ടം കണ്ടവനാണെന്ന് ഓർക്കണം. ഒത്തിരി കണ്ടവനാണ്, എന്നാൽ സൗഖ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. പലരുടെയും വിടുതൽ കണ്ടു. ഒത്തിരി പേരുടെ വീട്ടിൽ നിന്ന് വന്നവർ സൗഖ്യമായി ആഘോഷിച്ച് പോകുന്നത് കണ്ടു. ഒത്തിരി പേരുടെ കണ്ണുനീർ തുടക്കപ്പെടുന്നത് കണ്ടു. തൻ്റെ വീട്ടിൽ മാത്രം വിടുതലില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അടുക്കൽ വന്നു. സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. യേശുവാണെന്നൊന്നും അവന് മനസ്സിലായില്ല. കർത്താവേ, എന്നെ കുളത്തിൽ ഇറക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. നിനക്ക് മനസ്സുണ്ടോ എന്നാ ചോദിച്ചത്, സഹായിക്കാൻ ആരുണ്ടോ എന്നല്ല. അവന് മനസ്സുണ്ടായി. എങ്കിൽ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക. അവിടെ വായിക്കുന്നവൻ കിടക്കെടുത്ത് ചുരുട്ടി വീട്ടിൽ പോയി. വർഷങ്ങളായി കിടന്നുപോയ ഇടത്തു നിന്ന് ദൈവം നിന്നെ പൊക്കും. നീ വർഷങ്ങളായി എവിടെ കിടന്നുപോയി? സാമ്പത്തിക മേഖലയിൽ നീ കിടന്നുപോയോ? സാമ്പത്തിക മേഖലയിൽ തന്നെ നീ എഴുന്നേൽക്കും. മാനസികമായി നിന്റെ കുടുംബം വളരെ ഡിപ്രഷനിലോട്ട് പോയോ, കിടന്നുപോയോ? മറ്റുള്ളവരുടെ വാക്കുകളും ആഭിചാരവും നിമിത്തം നീ ഒതുങ്ങിപ്പോയോ? നിന്നെ എവിടെ പിശാച് കിടത്താൻ നോക്കിയോ അവിടെ നിന്ന് നീ എഴുന്നേൽക്കും. നിന്നെ കിടത്തിയ കിടക്കയുണ്ടല്ലോ, നീ തന്നെ ചുരുട്ടും. നിന്നെ ദൈവം നിന്റെ വീടിന് വീണ്ടും ഒരു അത്ഭുതമാക്കും. അവൻ കിടക്കയെടുത്ത് നടന്നു. അവൻ നടന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണും. അവൻ നടന്നു. കർത്താവ് വിട്ടില്ല, അവനെ കിടക്ക എടുത്ത് നടക്കുമാറാൻ. ഉടനെ പരീശന്മാർ വന്നു, ശാസ്ത്രിമാർ വന്നു, വിദ്യാസമ്പന്നരായിട്ടുള്ളവർ വന്നു. ഒരു പറഞ്ഞു, ഇത് ശബത്ത് ദിവസമാണ്, ഇന്ന് കിടക്കെടുക്കാൻ നടക്കാനൊന്നും പാടില്ല. 38 കൊല്ലമായിട്ട് ഇവനോട് ആരും ഒന്നും മിണ്ടിയിട്ടില്ല. ഇവനൊരു കിടക്ക ആരും മേടിച്ചു കൊടുത്തിട്ടില്ല. ഇവന്റെ വീട്ടിലെ ആവശ്യത്തിന് ഇവന് ജോലിയില്ലാണ്ട് തളർന്നു കിടന്നപ്പോൾ ഇവന്റെ ഭാര്യയും പിള്ളേരെ ആരും നോക്കിയില്ല. ഇവന്റെ ഭാര്യയൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ട തൊഴിലുറപ്പിനും പരിപാടിക്കൊക്കെ പോയി കുഞ്ഞുങ്ങളെ വളർത്തി ഒരു നിലയിലാക്കി. ആ സമയത്തൊന്നും ഇവന്മാരാരെയും കണ്ടില്ല. ഇപ്പൊ ശബത്ത് എന്ന് പറയുന്ന ഒരു ദിവസത്തിൽ ഇവൻ എഴുന്നേറ്റതാണ് അവരുടെ വിഷമം. അവർക്കൊക്കെ നിയമമാണ് വിഷയം. ഇന്ന് എഴുന്നേക്കരുത്, ഇന്നും കൂടി അങ്ങോട്ട് കിടക്കുന്നുണ്ട്, നാളെ എഴുന്നേക്ക്. അഥവാ എഴുന്നേക്കുകയാണെങ്കിൽ പതുക്കെ എഴുന്നേക്കാവും. കിടക്ക എടുക്കരുത്, ചുരുട്ടരുത്. ഇപ്പോഴും ഈ ആചാരമൊക്കെ ഇസ്രായേലിലുണ്ട്. ഞങ്ങളൊരിക്കൽ ഇസ്രായേലിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഒരു ബിൽഡിങ്ങിലോട്ട് കയറുകയാണ്. അപ്പോൾ ആ ബിൽഡിങ്ങിൽ അന്ന് ശബത്ത് ദിവസമാണ്. ഈ യഹൂദന്മാരും ആ ലിഫ്റ്റിലുണ്ട്. അവരാ ലിഫ്റ്റിൻ്റെ മുമ്പിലുണ്ട്. ഞങ്ങൾ കയറിയ ശേഷം ഞങ്ങളോട് പറയുകയാണ്, അതിൽ ഇത്ര നമ്പർ അമർത്താൻ. ഞങ്ങൾക്ക് 4 4-ാം നിലയിലാണെങ്കിൽ അവർക്ക് 2-ാം നിലയിൽ പോകണം. എന്താണ്? 2 ആ വിരൽ കൊണ്ട് കുത്താൻ പാടില്ല. അത് ശബത്ത് ലംഘിക്കുന്നതിന് തുല്യമാണ്. അതൊരു ജോലിയല്ലേ, ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. എന്നെ മണ്ടത്തരമാണ്. കർത്താവ് ഇതുവല്ലാണ് പറഞ്ഞത്. കർത്താവ് അവരെ നഖശിഖാന്തം എതിർത്ത് കളഞ്ഞു. എങ്ങനെ? നിങ്ങളുടെ ആരുടെയെങ്കിലും ആടോ മാടോ പിള്ളേരോ കിണറ്റിൽ വീണാൽ, കുഴിയിൽ വീണാൽ നിങ്ങൾ അവർ ചാടി അവരെ രക്ഷിക്കൂല്ലേ? നിങ്ങൾ നോക്കിയേക്കോ ശബത്താണെന്ന് പറയോ? നിങ്ങൾ എന്നെ പൊട്ടത്തരോ പറയുന്നതെന്നാണ് കർത്താവ് ചോദിച്ചത്. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതിയായ ഇവരുടെ കെട്ട് ഞാൻ അഴിച്ചു വിടണ്ടേ? നിങ്ങളുടെ ആടിനും മാടിനെയൊക്കെ നിങ്ങൾ കെട്ടഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ പോകുന്നില്ലേ? അവരെ കൊണ്ടുപോകുന്നില്ലേ? ശബത്താണെന്നൊന്നും കഴിക്കണ്ടെന്ന് പറയോ? ഇല്ല. ഇനി ആടോ മാടോ കുഴിയിൽ വീണാൽ നിങ്ങൾ അടങ്ങിയിരിക്കോ, ശബത്ത് കഴിയട്ടെ എന്ന് പറയോ? കർത്താവ് ഇതിനെയെല്ലാം നഖശിഖാന്ത് എതിർത്തു. ഒന്നിനെ അനുവദിച്ചു കൊടുത്തില്ല.
എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ ശബത്തിനും കർത്താവാകും. കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് ശബത്താണോ ഇന്നല്ല സൗഖ്യമാകേണ്ടത്, ബാക്കി എല്ലാ ദിവസവും ഉണ്ടല്ലോ, ഇതിനൊന്നും മൈൻഡ് ചെയ്തില്ല. കർത്താവ് ശബത്തിൽ മാത്രമല്ല സൗഖ്യമാക്കിയത്, എല്ലാ ദിവസവും സൗഖ്യമാക്കി. എന്നാൽ ശബത്ത് ദിവസം വന്നപ്പോൾ സൗഖ്യമാക്കിയപ്പോഴാണ് അവർ വഴക്കുണ്ടാക്കിയത്. കർത്താവിന് ശബത്തുമില്ല, കർത്താവിന് ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയില്ല. മനുഷ്യൻ്റെ വേദനയിലേക്ക് കർത്താവ് ഇറങ്ങി വരും. 38 വർഷമായിട്ട് അവൻ കിടക്കുകയാണ്. അവൻ എഴുന്നേറ്റ ആ സന്തോഷത്തിൽ ഒരു വലിയ ആഘോഷം നടക്കേണ്ടതിന് പകരം ഇപ്പം മീഡിയക്കാർ അവനെതിരെയാണ് നിൽക്കുന്നത്. ന്യായപ്രമാണം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തവൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നതല്ല എന്ന് പറഞ്ഞു ഭയങ്കര വഴക്കുണ്ടാക്കുന്നു. എന്തൊരു ലോകമാണല്ലേ! ഒരു നന്മയെ ആരും നന്മയായി കാണില്ല. ചെറിയൊരു തിന്മ പറ്റിയാൽ, ഒരു ചെറിയ കാര്യത്തിലൊരു മാറ്റം വന്നാൽ ഉടനെ അതിനെ എതിർക്കുന്ന മനുഷ്യ മനസ്സുകൾ എത്ര അപകടകരമാണല്ലേ! ഇതിൻ്റെ നടുവിൽ കർത്താവിന് ഇതൊന്നും ഒരു വിഷയമല്ല. നിന്നെ സഹായിക്കാൻ ആരുമില്ലേ? നിന്നെ എല്ലാവരും മടുത്തോ? നീ ഇപ്പം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണോ? എന്നാൽ നിന്നെ ഒരു അത്ഭുതമാക്കും. ഒരിക്കലും ഒരാൾ പറഞ്ഞത് രസകരമായൊരു കാര്യമാണ്. അയാൾ പറയാണ്, ഞാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പോയി ചാകുക. വെറുതെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോയിക്കോളാന്നല്ല പറയണത്, നിങ്ങൾ പോയി ചാകാൻ. ഒരു തമാശയാ. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണ് എന്ന് കർത്താവിന് മനസ്സിലായപ്പോൾ കർത്താവ് നമ്മുടെ ബുദ്ധിമുട്ട് എടുത്ത് മാറ്റുകയാണ്. നമ്മൾ ആർക്കും ഭാരമായിരിക്കുന്ന കർത്താവിന് ഇഷ്ടമല്ല. അതാണ് യോഹന്നാൻ 5 ബെഥാസ്ത എന്ന് പറയുന്ന കുളക്കരയുടെ അരികിൽ നടന്ന അത്ഭുതം. അവിടെ യേശുവിനെതിരെ അവർ ഭയങ്കര വഴക്കുണ്ടാക്കി. എന്നാൽ യേശുവിന് ഇതൊന്നും ഒരു വിഷയമല്ല. വരണ്ട കൈയുള്ള മനുഷ്യനെ യേശു സൗഖ്യമാക്കി. അവിടെയും വഴക്കിന് വന്നു. 18 വർഷം കൂനിയായി നടന്ന സ്ത്രീയെ നിവർത്തിയത് അതും ശബത്തിലാണ്. അപ്പോഴും ഇവർ വഴക്കുണ്ടാക്കാൻ വന്നു. കർത്താവ് ഇതിനൊന്നും വില കൊടുത്തില്ല. കർത്താവ് മനുഷ്യന്റെ വേദനകൾക്കാണ് വില കൊടുത്തത്. കാരണം കർത്താവിന് ആകെ 33 വർഷത്തിൽ 3.5 വർഷമേ ശുശ്രൂഷ ചെയ്യുന്നുള്ളൂ. അതിനിടയിൽ എല്ലാ ആഴ്ചയുടെയും ഒരു ദിവസം കർത്താവ് രോഗികളെ സൗഖ്യമാക്കാതിരുന്നാൽ ഈ 3.5 വർഷത്തിനിടയിൽ എത്ര ലക്ഷക്കണക്കിന് രോഗികൾ സൗഖ്യമാകാതെ പോകും. കർത്താവ് ഒരു ദിവസം ഒരു മിനിറ്റ് കളയുന്നില്ല. അതിനിടയിൽ ഒരു കൂട്ടർ വന്നിട്ട് പറഞ്ഞു, നിന്നെ കൊല്ലാൻ ഹേരോദാവ് വരുന്നുണ്ട്, പദ്ധതി ഇട്ടിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറ, ഇന്നും നാളെയും ഞാൻ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും, 3-ാം നാളിൽ സമാപിക്കും. ഞാൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ രോഗികളെ സൗഖ്യമാക്കും. എന്നാൽ മരിച്ചു കഴിഞ്ഞപ്പോഴോ അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മരിക്കും വരെ സൗഖ്യമാക്കി. പിടിച്ചുകൊണ്ട് പോകുമ്പോൾ മഹാപുരോഹിതന്റെ ദാസന്റെ കാത്, പത്രോസിന് ദേഷ്യം വന്നപ്പോൾ വാളെടുത്ത് ഒരു വീശു കൊടുത്തതാ. വല വീശുന്നത് പോലെ വീശിയതാ. പുള്ളി കഴുത്തിന് വെട്ടാൻ അറിയില്ല. ആ വീശുന്ന കൂട്ടത്തിൽ തലയുടെ സൈഡിലുണ്ടായിരുന്ന ചെവി തെറിച്ച് ഗദശമന തോട്ടത്തിൽ ഒരു മരത്തിൻ്റെ താഴെ വീണു, ചവറുകൾക്കിടയിൽ വീണു. ആരോ പന്തം കൊളുത്തി ഈ കരയുന്നവൻ്റെ ചെവി കണ്ടില്ലെന്ന് കണ്ടപ്പോൾ തപ്പിയെടുത്ത് കൊടുത്തു. കർത്താവ് കൈകളിൽ ചങ്ങലയാണ്. കർത്താവിനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോൾ കർത്താവ് ആ ചെവി അവരോട് വാങ്ങി. എന്നിട്ട് ആ മൽക്കോസ് എന്ന് പറയുന്ന മഹാപുരോഹിതന്റെ ആ ദാസന്റെ ചെവി ഇല്ലാത്ത സ്ഥലത്തൊന്ന് പിടിപ്പിച്ചു കൊടുത്തു. എറാൾഡറ്റ് ഇട്ട് ഒട്ടിക്കുന്നത് പോലെ വെറുതെ വെച്ചു കൊടുത്തതാണ്. അവന്റെ ചെവി ശരിയായി, അവനെ സൗഖ്യമാക്കി. സൗഖ്യമായി കഴിഞ്ഞപ്പോൾ ഉടനെ കർത്താവിനെ വിലങ്ങ് വെച്ചു കൊണ്ടുപോവുകയാണ്. സൗഖ്യമായാലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. കർത്താവിന് ഇതൊന്നും വിഷയമല്ല. മരിക്കുന്ന അന്നും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുക. എല്ലാ ദിവസവും യേശുവിൻ്റെ എല്ലാ ദിവസവും അത്ഭുതമാണ്. ഒരടി യേശു നിന്നുകൊള്ളുന്നത് മാനവജാതിയുടെ മുഴുവനും സൗഖ്യത്തിന് വേണ്ടിയാണ്. ഇതാ
നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് വരാം. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ശേഷം ഭൂമിയുടെ അറ്റത്തോളം യാത്ര ചെയ്യുന്ന ഒരു യാത്രയുടെ തുടക്കമാണ്. ഉയരത്തിലെ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യഹൂദിയയിലും, യെരുശലേമിലും, യഹൂദിയയിലും, 3 ശമരിയയിലും, ഭൂമിയുടെ അറ്റത്തോളം. അപ്പൊ ശമരിയയിൽ ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവന്നത് ഫിലിപ്പോസാണ്. ഫിലിപ്പോസ് അവിടെ ചെന്നു ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഒരു രാജ്യത്തെ, ഒരു പട്ടണത്തെ മാറ്റിമറിച്ചു. നിങ്ങളെവിടെയും നിങ്ങൾ സാഹചര്യങ്ങളെ മാറ്റാൻ നിങ്ങളെ ദൈവം വിടുന്നതാണ്. പട്ടണത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളിലുള്ള ക്രിസ്തുവിനെ അവിടെ വെളിപ്പെടുത്തിയാൽ മതി. അവിടെ നമ്മൾ വായിക്കുന്നു 8-ാം വാക്യം, മറക്കാതിരിക്കാൻ, അപ്പോസ്തലപ്രവൃത്തി 8:8. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ആ പട്ടണം വലിയ സന്തോഷമുള്ള പട്ടണമായി മാറി. ഭൂതങ്ങൾ വിട്ടുമാറുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, ജനങ്ങൾ വിടുവിക്കപ്പെടുന്നു, തളർന്നു കിടക്കുന്നവർ എഴുന്നേൽക്കുന്നു, മുടന്തന്മാർ മാനിനെ പോലെ തുള്ളിച്ചാടുന്നു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ട്. കേരളത്തിൽ നിന്ന് ഒത്തിരി ദൈവമക്കളുടെ കുഞ്ഞുങ്ങൾ കുടുംബമായിട്ട് UK-യിലും കാനഡയിലും ഒക്കെ പോയി. അവിടെയെല്ലാം വലിയ വിഷയമാണെന്നൊക്കെ കേട്ടു. അവിടെ ആയിരിക്കുന്ന എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ക്രിസ്തുവിനെ അവിടെ പ്രസന്റ് ചെയ്യും. യേശുവിനെ കുറിച്ച് പറ. ആ പട്ടണത്തിൽ ദൈവം നിങ്ങളെ മാനിക്കും. എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളെ അവിടെ കൊണ്ടുപോയത് അവിടെ ഒരു ജോലിയും ചെയ്ത് കിട്ടുന്നതിൻ്റെ 30-40% അതിൻ്റെ കാര്യങ്ങൾ സർക്കാരിന് കൊടുത്ത് ബാക്കി 65 കൊണ്ട് വീടിൻ്റെ ലോണും അടച്ച്, കാറിൻ്റെ ലോണും അടച്ച്, ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ജീവിക്കാനല്ല ദൈവം നിങ്ങളെ കാനഡയിലും UK-യിലൊക്കെ അയച്ചത്. ദൈവം നിങ്ങളെ ഓസ്ട്രേലിയയിൽ അയച്ചത്, അമേരിക്കയിൽ അയച്ചത് എന്തിനാണ്? കഷ്ടപ്പെട്ട് ജീവിച്ച് ഒരു വീട് വെച്ച് തീരാനല്ല. ആയിരക്കണക്കിന്, 10,000-കണക്കിന് ജനങ്ങൾക്കൊരു വീടായി തീരാനാണ് ദൈവം നിങ്ങളെ കൊണ്ടുപോയത്. ഒറ്റ വീട് വെക്കാൻ വേണ്ടി, ഒറ്റ വണ്ടി വാങ്ങാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ കിടന്ന് കഷ്ടപ്പെടുന്നു. ഒരു ജോലിക്ക് വേണ്ടി കിടന്ന് യാതന അനുഭവിക്കുന്നു. അത് പോരാ. നിങ്ങൾ യേശുവിനെ പറ. പട്ടണം ഇളകും. പട്ടണത്തിൽ വലിയ സന്തോഷം. നിങ്ങളുടെ സന്തോഷം മാത്രമല്ല, പട്ടണം സന്തോഷിക്കും. ഇവിടെയുള്ള മാതാപിതാക്കൾക്ക്, കേരളത്തിലുള്ള മാതാപിതാക്കൾക്ക് സന്തോഷം പോയി. കാരണം നിങ്ങൾ അവിടെ ചെന്നതാണ് കാരണം. നിങ്ങളവിടെ ചെന്നിട്ട് ജോലിയില്ല എന്നും പറഞ്ഞ് വീട്ടിലിരിക്കുകയാണ്. എന്നെ ഒരു അമ്മ വിളിച്ചു, ഒരു ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് തിരിച്ചു പോരാറായി പാസ്റ്ററെ. പാസ്റ്റർ ഏതെങ്കിലും കമ്പനി മുതലാളിമാരെ അറിയോ? കാരണം ഞാനിടയ്ക്ക് അവിടെ പോകുന്ന കാര്യം ഇവർക്കറിയാം. ഞാൻ പറഞ്ഞു, എനിക്കൊരൊറ്റ കമ്പനി മുതലാളിയെ അറിയാവൂ, അത് കർത്താവാ. ബാക്കി ഒരു മുതലാളിയും വിശ്വാസമില്ല. കാരണം നാളെ അവർക്ക് ജോലി ഉണ്ടാവില്ല അവരെ ഒന്ന് നമ്പിയിരുന്നാൽ. ഒറ്റ കമ്പനി മുതലാളിയുള്ളു. ആ കമ്പനി മുതലാളിയാണ് നമ്മുടെ കർത്താവ്. അവൻ നമ്മുടെ പിതാവാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും ലജ്ജിച്ചു പോകില്ല. കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുക. പോകുന്നിടത്ത് പട്ടണങ്ങൾ ഇളകി മറിയും. പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. എന്താ കാര്യം? അബ്രഹാമിനോടൊരു വാഗ്ദത്തമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം, നിന്റെ ഏകജാതനായ മകനെ തരാൻ നീ മടിക്കായിക നിമിത്തം ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതി പട്ടണങ്ങളെ കൈവശമാക്കും. അപ്പൊ നിന്റെ സന്തതി എവിടെ പോയാലും പട്ടണം അവരുടെ കയ്യിലോട്ട് വരും. പട്ടണങ്ങളെ സ്വാധീനിക്കുന്ന വ്യക്തികളായി മാറും. യേശു ക്രിസ്തു മുഖാന്തിരമാണ് അത് സംഭവിച്ചത്. യേശു ക്രിസ്തുവാണ് അബ്രഹാമിന്റെ സന്തതിയായി വന്നവൻ. ആ അബ്രഹാമിന്റെ സന്തതിയായ യേശു ക്രിസ്തുവിന്റെ സന്തതിയായി പോയ ഫിലിപ്പോസാണ് ആ പട്ടണങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരുന്നത്. അഭിഷിക്തന്മാർ എവിടെയെല്ലാം ചെല്ലുന്നു അവിടെയെല്ലാം ഉണ്ടാകും ഈ അത്ഭുതം. റീനാഡ് ബോങ്കെ, ബെന്നിഹിൻ, യോങ്കി ചോ,
പോലെയുള്ള എല്ലാ ദൈവദാസന്മാരും പോയ പട്ടണങ്ങളിൽ മഹാസന്തോഷം കൊണ്ടുവന്നു. ഇവിടെ വായിക്കുന്ന അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഒരു കൊച്ചു വീട്ടിൽ ഒരു ജോലി കിട്ടിയ സന്തോഷമല്ല ഇത്. ഒരു കൊച്ചു വീട്ടിനകത്ത് വണ്ടി വാങ്ങിയ സന്തോഷമല്ല. നാട്ടിൽ വരുമ്പോൾ, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു കൂട് മിഠായി കൊണ്ടുവരുന്ന സന്തോഷമല്ല ഈ പറയുന്നത്. ഒരു പട്ടണം തന്നെ സന്തോഷിച്ച കാര്യമാണ്. യേശു ക്രിസ്തുവിനെ പറയുന്നിടത്ത് അത് സംഭവിക്കും. നിങ്ങൾ വെറുതെ പോയതല്ല. നിങ്ങൾ പാർക്കുന്ന രാജ്യത്ത് നിങ്ങൾക്കൊരു വെല്ലുവിളിയുണ്ട്. ആ പട്ടണത്തിൽ വലിയ സന്തോഷം കൊണ്ടുവരണം. അതിന് നിങ്ങളെ ദൈവം ആക്കിയിരിക്കുന്നു. ഈ സന്ദേശം നിങ്ങളോടാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദൂത് കേട്ട ഓരോ പ്രിയപ്പെട്ടവരും പാർക്കുന്ന പട്ടണത്തെ തൊടുന്ന ഒരു ജോയ്, ഒരു സന്തോഷം, സകല ബുദ്ധിയും കവിയുന്ന സമാധാനം. നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ ആ വീടിന് സമാധാനം കൊടുപ്പിനെന്ന് വായിച്ചതുപോലെ സ്വർഗീയ സമാധാനത്തിൽ നിന്നുണ്ടാകുന്ന പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തെ റിലീസ് ചെയ്യുവാൻ ഇരിക്കുന്ന എല്ലാവർക്കും അവർ പാർക്കുന്ന പട്ടണത്തിൽ അധികം കൃപ കൊടുക്കണം. ഞാനിവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് കൂടെ ഇരിക്കണം. വലിയ അത്ഭുതങ്ങൾ ചെയ്യണം. കർത്താവിൻ്റെ കൈകളിലേക്ക് താഴ്ത്തും. ഈ മക്കളെ അനുഗ്രഹിക്കും. കൃപ പകരണം. സൗഖ്യങ്ങൾ ഇവർ മുഖാന്തരം ഉണ്ടാകും. പട്ടണം മാറി മറിയട്ടെ. ഒരു റിവൈവൽ സിറ്റിയായി ഇവർ പാർക്കുന്ന പട്ടണങ്ങൾ തീരട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. സെപ്റ്റംബർ മാസത്തിൽ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 8-ാം വാക്യം ആവർത്തിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങളിലൂടെയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് രാവിലെ 10:30 ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് ഓർത്തിരിക്കുക. നാളെ കടന്നു വരിക. നാളെ രാവിലെ ഇതേ സമയത്ത് വീണ്ടും ജീസസ് എവരി ഡേ ഉണ്ടായിരിക്കുന്നതാണ്. ചില നിമിഷങ്ങൾ കൂടി ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിനാനന്ദം ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം. ഓ എൻ ജീവന്റെ ആധാരം. അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിനാനന്ദം ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം. ഓ എൻ ജീവന്റെ ആധാരം. നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെൻ നാവിലെ ഗീതം, നീ തന്നെ എന്നുമെൻ ആശ. നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെൻ നാവിലെ ഗീതം, നീ തന്നെ എന്നുമെൻ ആശ. നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. ക്രൂശിലൻ യേശു, ക്രൂശിലൻ യേശുവിൻ യാഗം എൻ പാപത്തിൻ മോചനം. ക്രൂശിലൻ യേശുവിൻ ത്യാഗം എന്നാത്മാവിൻ സാന്ത്വനം. ഓ എന്നാത്മാവിൻ സാന്ത്വനം. ക്രൂശിലൻ
ക്രൂശിലൻ യേശുവിൻ ത്യാഗം എന്നാത്മാവിൻ സാന്ത്വനം. ഓ എന്നാത്മാവിൻ സാന്ത്വനം. നീയാണെന്നുള്ളിലെ ഗാനം, നീയാണ് നാവിലെ ഗീതം, നീ തന്നെ എന്നുമെൻ ആശ. നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. യേശുവേ, നീയാണെന്നുള്ളിലെ ഗാനം, നീയാണ് നാവിലെ ഗീതം, നീ തന്നെ എന്നുമെൻ ആശ. നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. യേശു വന്നിടും വീണ്ടും. യേശു വന്നിടും വീണ്ടും. തീരുമെൻ യാത്ര വേഗം. ചാരും തൻ മാർവിലണയും. ചേരുമെൻ വീട്ടിൽ ഞാൻ. ഓ ചേരുമെൻ വീട്ടിൽ ഞാൻ. യേശു വന്നിടും.